ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നോക്കുന്നത് കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് 1 വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, സെർവർ മാനേജ്മെൻറ്റ്, നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ് എന്നിവയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഡാറ്റാബേസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവർ അഡ്മിനിസ്ട്രേഷനിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. 28,100 രൂപയാണ് പ്രതിമാസ ശമ്പളം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ, യോഗ്യത, പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 27 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പൂജപ്പുര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസിൽ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി നോക്കുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഫോമിൻ്റെ മാതൃക www.cet.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പ് സഹിതം ജൂൺ 30 രാവിലെ 10 മണിക്ക് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്ന് നടത്തുന്ന അഭിമുഖ പരീക്ഷയിലും പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ 29 പ്രയുക്തി 2025 തൊഴിൽമേള വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 10th, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTech യോഗ്യതയുള്ളവർക്കായി 500-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. www.ncs.gov.in എന്ന ലിങ്ക് വഴി തൊഴിൽദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ NCS ID സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഫൈനാൻസ് വിഷയങ്ങളിൽ ജൂനിയർ ഫാക്കൽറ്റി, അബാക്കസ് ടീച്ചർ, മാർക്കറ്റിംഗ് മാനേജർ, കോഴ്സ് കോർഡിനേറ്റർ, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, ഇൻസ്ട്രക്ടർ, സെയിൽസ് ഓഫീസർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, HR, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, ബ്രാഞ്ച് മാനേജർ, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, ഫീൽഡ് സർവീസ് ടെക്നീഷ്യൻ, സീനിയർ മോഷൻ ഗ്രാഫിക് ഡിസൈനർ, പ്രോജക്റ്റ് കോർഡിനേറ്റർ, ബോഡി ഷോപ്പ് മാനേജർ, സർവീസ് അഡ്വൈസർ തുടങ്ങിയ തസ്തികകളിലായി 700 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ ജൂൺ 25 രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റ് സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ചൊക്ലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയിൽ ബിരുദമുള്ളവർക്കും PhD നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആധാർ കാർഡ് സഹിതം ജൂൺ 26 രാവിലെ 11 മണിക്ക് ചൊക്ലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറി ആശുപത്രികളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. SSLC, NCP ഹോമിയോ നഴ്സിംഗ് കം ഫാർമസി, CCP ഹോമിയോ ഫാർമസി സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ജൂൺ 27 രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷൻ A ബ്ലോക്ക് 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മുള്ളൻകൊല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്തുന്നുണ്ട്.
ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനോട് B.Pharm അല്ലെങ്കിൽ D.Pharm ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റയും സഹിതം ജൂൺ 25 ഉച്ചയ്ക്ക് 2 മണിക്ക് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ പാക്കേജ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റിൽ പ്രോജക്ട് മാനേജർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രോജക്ട് മാനേജർ തസ്തികയിൽ ടെക്നിക്കൽ B.Tech സിവിലും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഡിഗ്രി DCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ജൂൺ 25 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ, വെട്ടിക്കവല, പുളക്കട ITIകളിൽ അപ്രന്റീസ് ക്ലർക്കുമാരെ 1 വർഷത്തേക്ക് താൽക്കാലിക നിയമനത്തിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിമാസ വേതനം 10,000 രൂപയാണ്. യോഗ്യത ബിരുദവും DCA അല്ലെങ്കിൽ COPA മലയാളം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അവസാന തീയതി ജൂൺ 25. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.